ടെസ്റ്റ് നടത്തി എല്ലാ ടെസ്റ്റും നടത്തി ഇവിടെ. പേപ്പറൊന്നും എനിക്ക് തരില്ല, അത് ആർക്കും തരില്ലല്ലോ. എന്ത് ദിവസമായിട്ട് വന്നു? ശ്വാസമുട്ട്, ചുമ, പിന്നെ വൈബ്രേഷൻ, മൂത്രം പോലാകും. ടെസ്റ്റും ഭയങ്കരമായിരുന്നു. ഞാൻ ഇപ്പോൾ പുതിയൊരു വിവാദം വന്നല്ലോ, ജിഷ മരിച്ചു, നമ്മളെല്ലാവർക്കും ഭയങ്കര വിഷമമായി. അച്ഛൻ്റെ ഇളയ കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ തങ്കച്ചൻ്റെ ഒരു വിവാദം വന്നിട്ടുണ്ട്. തങ്കച്ചൻ്റെ അടുത്ത് ഭാര്യ രാജേശ്വരി പണിക്ക് പോയിട്ടുണ്ട്. എത്ര നാൾ പണിക്ക് പോയിട്ടുണ്ട്? അതിപ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് പറയാൻ പറ്റില്ലല്ലോ. എത്ര വർഷം മുമ്പായിരുന്നു? ഇപ്പോൾ ഞങ്ങൾ പെരുമാറി താമസം പോയിട്ടുണ്ട്, കുട്ടികളെ താമസം സമയത്ത്. അത് എത്ര വർഷമായി കാണുക വെച്ചാൽ? എത്ര വർഷമായെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറിയിരിക്കും. ഏതാണ്ട് ഒരു 90 മുതൽ അവിടെ പണിക്ക് പോയിട്ടുണ്ട്. അവിടെ പണിക്ക് പോയിട്ടുണ്ട്. 90 മുതൽ പണിക്ക് പോയിട്ട് 90-92 മുതൽ അവിടെ പണിക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ജോമ മുത്തമ്പരക്കലിൻ്റെ പുതിയ വാദമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അയാൾ ഒരു ആരോപണം, അതിൻ്റെ ഒരു അവസ്ഥ എന്താ ശരിക്കും? അങ്ങനെ ഒരു സംഭവം മുത്തമ്പരക്കൽ ഈ ജോമോൻ പറഞ്ഞ കേസിൽ ഞാൻ IG കൊണ്ടുപോയി അതിന് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തത് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നമ്മുടെ മകള് അപ്പോൾ ജോമോന് എൻ്റെ മകളുടെ കേസ് തെളിയിക്കാനായിട്ട് കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞു. അതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ എൻ്റെ വാർഡ് മെമ്പറും ഒരു പോലീസുകാരും വന്നിട്ട് ജോമോന് നമുക്കൊരു പരാതി കൊടുക്കണം IG എന്നു പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാരനാണ് ആദ്യം വന്നിട്ട് പറഞ്ഞത്. പക്ഷേ അതായത് ഈ വാർഡ് മെമ്പർ സുനിലും എന്ന് പറഞ്ഞു. അവരൊരു അപേക്ഷ തന്നു. അപേക്ഷ ഞാൻ എനിക്കൊന്ന് വായിക്കത്തെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടായിരുന്നു സുനിയെ കൊണ്ട് വായിപ്പിക്കാൻ. സുനിയെ കൊണ്ട് വായിപ്പിച്ച് സുനി വായിച്ച് പുറത്തേക്ക് പോയി വായിക്കേണ്ടപ്പോൾ ഇവർ രണ്ടുപേരും വന്നപ്പോൾ നമുക്ക് അനുകൂലമാണ്. വാർഡ് മെമ്പറല്ലേ, വീണ്ടും അയൽക്കത്തുള്ളതാണ്, ഈ പോലീസുകാർ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങനെ കാര്യം നോക്കിയപ്പോൾ ശരി പോകാമെന്ന് പറഞ്ഞാൽ പോയി IG കൊണ്ട് പരാതി കൊടുത്തു. ഒരു കാറിലാണ് പോയാൽ അവിടെ കൊണ്ട് പരാതി കൊടുത്തു. തിരിച്ചു വന്നു പറഞ്ഞപ്പോൾ എനിക്കൊരു 1000 രൂപ തന്നു. ഈ 1000 രൂപ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നി. അന്ന് ഞാൻ ഈ ഡോക്ടറും സിസ്റ്ററോടും പറയാതെ ഞാൻ പോയത്, ഈ വാർഡിൽ നിന്ന് പോയത്. എവിടെ? ഈ ഹോസ്പിറ്റലായിരുന്നു. ഐസൊലേഷൻ വാർഡിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഞാൻ എന്നെ കണ്ടില്ല. എൻ്റെ പേര് വെട്ടി പിന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് വയസ്സാണ്ടല്ലോ നിൽക്കല്ലേ. അങ്ങനെ വീട്ടിലേക്ക് പോയിക്കളയാ. ഞാൻ നേരെ കൊണ്ട് വേണ്ടി കയറി ബസ്സിൽ പോയി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് അന്ന് ആ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ചാനൽ നോക്കുമ്പോൾ